ഈ യുവരാജ് ഗോകുൽ ഭരണാധികാരികൾക്ക് വ്യത്യസ്തരായ ഭരണാധികാരികൾക്ക് വ്യത്യസ്തമായ ശൈലികൾ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ പിണറായി വിജയന്റെ ശൈലിയല്ല വി.ഡി. സതീശൻ്റേത്. വി.ഡി. സതീശൻ അന്ന് വിരുന്നിൽ പങ്കെടുക്കണമായിരുന്നോ? ഇടിമണ്ണിക്കൽ ജുവല്ലറിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണമായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യം വന്നാൽ സാധാരണ നിലയിൽ നേരത്തെ ഏറ്റ പരിപാടികളാണ്. പ്രൊപ്രൈറ്റി, ഔചിത്യം എന്നത് മാനിച്ചു വേണമെങ്കിൽ മാറ്റിവെക്കാമായിരുന്നു എന്നതിനപ്പുറത്ത് മുഖ്യമന്ത്രി നേരിട്ട് ഇറങ്ങി നടത്തേണ്ട കാര്യമൊന്നുമല്ല ദുരിതാശ്വാസം. അവിടെ സിസ്റ്റം ഉണ്ടായാൽ മതി. അപ്പോൾ ഇതിലൊക്കെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ മഴ ദുരന്തം ഏകോപിപ്പിക്കുന്നതിൽ, അതിൽ ദുരിതാശ്വാസം നടത്തുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ഖണ്ഡിതമായി പറയാൻ കഴിയുമോ? ബി.ജെ.പിക്ക് എന്താണ് അതിൽ അഭിപ്രായമുള്ളത്? അഭിലാഷ്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു ദുരന്തത്തിനെ നമ്മൾ ഫേസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവിടെ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത് ഒരല്പം നമുക്ക് മാറ്റിവെച്ചതിന് ശേഷം ചർച്ച ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു ഔചിത്യം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ഔചിത്യക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് രണ്ടഭിപ്രായം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണ നിർവഹണം നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത് അവർക്ക് അനുഭവപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യവും കൂടിയുണ്ട്. നമുക്കറിയാം, ഇത്രയും ജില്ലകൾ, ഏതാണ്ട് 12 ജില്ലകളിലുള്ള ആൾക്കാർ വളരെ കഷ്ടത്തിലാണ്, അവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. അപ്പോൾ അവിടെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തിരുവനന്തപുരത്ത് ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് മാത്രം നമുക്കത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. മാത്രമല്ല, ഇപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ബ്ലെയിം ഗെയിമിനുള്ള ഒരു സാഹചര്യവുമല്ല. അല്പം കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ വിഷയങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കുകയും അത്തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ബ്ലെയിമിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ക്യാമ്പുകൾക്കകത്തുള്ള ജനങ്ങൾ ഒരുപാട് പേര് അവരുടെ പരിമിതികളെ കുറിച്ചിട്ട്, അവർക്ക് ലഭിക്കേണ്ടുന്ന സാഹചര്യങ്ങളെ കുറിച്ചിട്ട്, ലഭിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പരാതി പറയുമ്പോൾ എല്ലാം അത്ര ശരിയല്ല എന്നുള്ള കാര്യവും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾക്ക് ഫീൽ ചെയ്യണം, അതായത് എന്താണ്, ഞങ്ങൾക്കൊരു കെയർ കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഒരു മികച്ച ഭരണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അവരിത്രയും പേര് ക്യാമ്പിൽ കിടക്കുമ്പോൾ അവർക്ക് അവിടെ കഴിക്കാൻ വേണ്ടി ഭക്ഷണം പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത്, അവരുടെ വീട്ടിലെ ഉപകരണങ്ങൾ മുഴുവൻ നശിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഓരോ വീട്ടുകാർക്ക് സംഭവിച്ചിട്ടിരിക്കുന്ന സമയത്ത് അവർ കേരളത്തിൻ്റെ ഭരണാധികാരിയെ നോക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കും. നേരത്തെ പിണറായി വിജയൻ സർക്കാർ വാടകയ്ക്ക് എടുത്തിട്ട ഹെലികോപ്റ്ററാണ്, അത് ഇപ്പോൾ ഇത്ര മണിക്കൂർ ഓടിയാലും ഓടിയില്ലെങ്കിലും നമ്മൾ ഇത്ര രൂപ വാടക കൊടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി അത് ഉപയോഗിച്ചു എന്ന് പറയുന്നതിനകത്ത് ശരിയുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, എനിക്ക് 3 മണിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നതിനകത്തും ശരിയുണ്ട്. പക്ഷെ ആ ഫോട്ടോ കാണുന്ന സമയത്ത് അദ്ദേഹം വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ടായിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. പകരം അവിടെ ഒരു വലിയ ഉത്സവവും മഹാമഹവും ഒക്കെ നടക്കുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം CPM-കാരോ BJP-കാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പോയി, മാധ്യമങ്ങളോ പോയി സൃഷ്ടിച്ചല്ലോ, അദ്ദേഹത്തിന്റെ ആൾക്കാർ തന്നെയല്ലേ അവിടെ കൂടി നിന്നിട്ട് അത്തരത്തിലൊരു സാഹചര്യത്തിന് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ജുവലറിയുടെ ഉദ്ഘാടനത്തിന് പോകുന്നു, അപ്പോൾ ഈ 8 പേര് മരണപ്പെട്ടിരിക്കുകയും 8 പേരെ കാണാതായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അപ്പോൾ മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഔചിത്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനകത്ത് കാണിക്കുക എന്ന് പറയുന്നതും ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് ഉതകുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 100 ദിവസം പോലും ആയിട്ടില്ല. അപ്പോൾ ഒരു സംവിധാനത്തിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് വരുന്ന സമയത്ത് ആ ഏകോപനത്തിനകത്ത് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാം, തിരുവനന്തപുരം നഗരസഭയിൽ ഞങ്ങൾ ഭരിക്കാൻ വേണ്ടിയിട്ട് വന്നു. ആദ്യം പെയ്ത പെട്ടെന്നൊരു മഴയിൽ പഴവങ്ങാടി ഭാഗത്തുൾപ്പെടെ വെള്ളം പൊങ്ങുന്ന സാഹചര്യം ഉണ്ടായി. നമുക്ക് ചില ഏകോപനത്തിനകത്ത് ചെറിയ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 48 മണിക്കൂർ 72 മണിക്കൂറായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ നല്ല മഴയാണ്, എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചില സർക്കാർ സംവിധാനങ്ങൾക്ക് ആ സമയം കൊടുക്കേണ്ടുന്നതുകൊണ്ട് അവർക്ക് അത് ഇതാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇത്ര പെട്ടെന്നൊരു മഴ വരികയും ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ 100 ദിവസത്തിന് ഭരിക്കുന്നതിന് മുമ്പ് ഇത്രയും പ്രശ്നം വന്നതിനകത്തുള്ള വീഴ്ചകൾ അവിടെ ഉണ്ടാവും. പക്ഷേ ഔചിത്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ കാണിക്കേണ്ടത്. ശരി, അവിടെ